എന്തിനാ നിർത്തിയത്? ഇടിച്ചു തെറിപ്പിച്ചങ്ങ് പോവായിരുന്നല്ലേ? ഇടിയൊക്കെ അവസാനമല്ലേ സാർ? ഓക്കെ, അധികം ഷൈൻ ചെയ്താലുണ്ടല്ലോ. ചേട്ടാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഇതൊക്കെ ഒരു നേരം പോക്കായിട്ട് കാണാനാണ് എനിക്കിഷ്ടം സാറേ. നിന്നെ പോലെ സർവീസിൽ കയറുന്നവന്മാര് കാണിക്കുന്ന ഈ ആദ്യത്തെ ആദർശം കാണിക്കലുണ്ടല്ലോ, അത് കാണുന്നത് എനിക്കും ഒരു നേരം പോക്കാ. കതറ് പോലെയല്ല സാറേ, കാക്കി ഇസ്തിരി ഇടാനേ ഇത്തിരി ബുദ്ധിമുട്ടാ. പ്ലീസ് പ്ലീസ്, സാർ ഒരു MLA യോടാണ് സംസാരിക്കുന്നത്. സാർ, ജയശങ്കർ സാർ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാ. പ്ലീസ്, സ്റ്റേഷന് മുന്നിൽ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കരുത് പ്ലീസ്. വാ സാർ. ആളറിയാതെയാണ് നീ ഈ കളി കളിച്ചതെങ്കിൽ ആ ഡ്രൈവർക്കെതിരായ ചാർജ് ഷീറ്റും കീറിക്കളഞ്ഞ് മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞു. അതല്ല, ആളാവാൻ വേണ്ടി അറിഞ്ഞു വെച്ചോണ്ടാ നീ ഈ കളി കളിച്ചതെങ്കിൽ അത് തീക്കളിയാ, ഓർത്തോ. സാർ ഇപ്പൊ പറഞ്ഞ തീക്കളിയില്ലേ, അത് ഞാൻ കളിച്ചു നോക്കാൻ പോവാ. എന്താ നിന്റെ ഉദ്ദേശം? പോലീസിന്റെ ഉദ്ദേശം എന്താ സാർ? കള്ളനെ പിടിക്കുക. നിന്റെ പ്രവൃത്തിയും പറച്ചിലൊക്കെ കണ്ടാൽ എന്നോടെന്തോ ശത്രുതയുണ്ടെന്ന് തോന്നുന്നല്ലോ. ഓ, എന്തോന്ന് ശത്രുത സാറേ? ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് എൻ്റെ ഒരു ഇൻസ്ട്രക്ടർ, വേണമെങ്കിൽ ഈ ഗുരുനാഥൻ എന്ന് പറയാം, ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഈ പൊതുജനങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് പോലീസിന്റെ ശത്രുവാ. തലയിലെ തൊപ്പി ചിലരെ അലങ്കാരമാക്കുമ്പോ വേറെ ചിലരത് അഹങ്കാരമാക്കും. രണ്ടുമല്ല, അഭിമാനമാക്കത്രേ വേണ്ടത്. ഗുരുവിന്റെ വാക്കുകൾ അനുസരിക്കാന്നുള്ളൂ അല്ലേ സാർ നല്ല ഗുരുദക്ഷിണ? ഓഹോ, നീയപ്പോ ഒരുങ്ങി തന്നെയാണ് അല്ലേ? DGPയെ പോലും എന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടാ ഞാൻ കാര്യങ്ങൾ നടത്തുന്നത്. ഓ, ഇതിപ്പോ നിന്റെ അടുത്തേക്ക് വന്നത് ഒരു മുന്നറിയിപ്പ് തരാനാ. പിന്നെ പത്രവും ചാനലൊക്കെ കൂടെ ഉണ്ടെന്ന് കരുതി ഇനി ഒരടി മുമ്പോട്ട് പോയാൽ അവസാനിപ്പിക്കും ഞാൻ, തെളിവ് പോലും ബാക്കിയില്ലാതെ, ഓർത്തോ. സാറ് വിചാരിച്ച ഒരു തെളിവ് പോലും ഇല്ലാതെ എന്നെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ സാറിനെ കുറിച്ചുള്ള തെളിവുകൾ നശിപ്പിക്കാൻ സാറെന്നല്ല, സാറിന്റെ തലതൊട്ടപ്പം വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അതൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഭദ്രമായി തന്നെ ഉണ്ട്. വരട്ടെ, എടുക്കടാ. വിട്ടുകള MLA ഒക്കെ MLAയുടെ ഡൗട്ടാ. ഇതൊക്കെ ഞങ്ങൾ കാക്കിക്കാരുടെ ഒരു സൈക്കോളജിയാ. ചാർജ് എടുക്കുന്ന സ്റ്റേഷൻ അതിർത്തിയിലെ വമ്പന്മാർക്കിട്ടൊരു പണി കൊടുത്ത ഒരു തുടക്കം. അപ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കും. തെളിവ് ഭദ്രമായിട്ടുണ്ടെന്ന് പറഞ്ഞതില് എന്തോ ഒരു ദുസൂചന പോലെ. ഒക്കെ MLA ഇങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കുന്നുണ്ടാ. MLAയുടെ മുമ്പിൽ പറഞ്ഞു ജയിക്കാൻ അവൻ എന്തോ ഡയലോഗ് അടിച്ചു. MLA അതിന് മോഷണം പോയ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചു, വെറുതെ. ഞാൻ പറഞ്ഞില്ലേ, ആ കള്ളൻ സേതുവിന്റെ ഗ്യാങ്ങിൽ ഇതേ മുഖച്ചായുള്ള ഒരു കള്ളൻ ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് ആകെ ഒരു സംശയമുണ്ട്. ഓ, വല്ലാതെ കുഴയും. MLA ഭയങ്കര വയലന്റാ. അതെ, കള്ളക്കടത്തും ഗുണ്ടായിസും നടത്തുന്ന ആളെ MLA അല്ല, ക്രിമിനലാ. ഒരു ക്രിമിനലിനെ പോലീസ് ഓഫീസർ പേടിക്കുന്നു. നാണമില്ലേ ഏട്ടാ? നീ എന്നെ കൊച്ചാക്കി സംസാരിക്കില്ലേ? ഇടിയ കണ്ടെയ്നറിന്റെ ഓണർഷിപ്പ് ഇമ്പോർട്ട് ലൈസൻസ് ഒന്നും MLAയുടെ പേരിലല്ല, പക്ഷെ ചാനലിൽ വരുന്ന MLAയുടെ പേരില്ലേ? ഓ, ബിനാമി ഇടപാടുകളെ കുറിച്ച് ഒരു പോലീസ് ഓഫീസർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരണോ? ന്യൂസ് ബ്രേക്ക് ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ ചാനലുകളിലേക്ക് വിളിയും വന്നു തുടങ്ങി. പക്ഷെ എല്ലാ മീഡിയയും വിലക്കെടുക്കാൻ പറ്റില്ലെന്ന് ആശാന് മനസ്സിലായി. നോക്കി കേട്ടാ, അയാളെ കുറിച്ചുള്ള സ്റ്റോറീസ് നാളെ മുതൽ വന്നു തുടങ്ങും. ആ പരിസ്ഥിതി പ്രവർത്തകന്റെ ദുരൂഹ മരണം ഉൾപ്പെടെ. എന്ന് വെച്ചാ ഞാൻ വീണ്ടും ട്രാഫിക്കിലായെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ഒക്കെ അവന്റെ ജയശങ്കറിന്റെ പ്ലാനിങ്ങാ. ഓ, എന്തായാലും MLAക്ക് എന്റെ തെരുവായത്ത് മനസ്സിലായി. നീ കണ്ടില്ലേ അവൻ കമ്പി വളച്ച് പൂട്ട് തുറക്കണത്? ഒരു പക്ക കള്ളന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞത് അവൻ തന്നെയാന്ന്. ആയിക്കോട്ടെ, എന്തായാലും അയാളിൽ കൂടി ഏട്ടന് ക്രെഡിറ്റ് കിട്ടിയില്ലേ? ഇന്നലെ വരെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്ന ഏട്ടൻ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാർ ആയില്ലേ? ഈ തോളത്തെ സ്റ്റാറിന് വില വന്നില്ലേ? എല്ലാറ്റിനും കാരണം അയാളാ. അയാളുടെ പെർഫോമൻസ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ പറയാൻ മറന്നു, അപ്പച്ചൻ വിളിച്ചിരുന്നു അഭിനന്ദിക്കാൻ. മോൻ ഉറങ്ങിയോടി? ഇല്ല, എന്താ? അല്ല, കമന്റ് ഒന്നും കേട്ടില്ല. ആ, അപ്പച്ചനെ ഭയങ്കര മതിപ്പല്ലേ ഇപ്പൊ? ആണോ? ആ, ചായ വേണ്ട, ഒരെണ്ണടിച്ചേക്കാം. എന്റെ ജനസമ്മതിയിൽ വിളറിയെടുത്ത പ്രതിപക്ഷം പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് എനിക്കെതിരെ ഒത്തുകളിച്ചിരിക്കുകയാണ്. കണ്ടെയ്നർ ഡ്രൈവറെ കൊണ്ട് എന്റെ പേര് മനഃപൂർവ്വം പറയിച്ചതാണ്. ഇതുകൊണ്ടൊന്നും ദത്തന്റെ ജനസമ്മതി ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങുകയാണ്. കാലക്കി സാറേ, സാറിന്റെ കുട്ടിയല്ലേ അവതാരക? ആ MLA വട്ടം കറക്കുകയാണല്ലോ സാറേ. ഞാൻ പറഞ്ഞില്ലേ, സാറിന് പറ്റിയ പാർട്ടിയാണ്. ആ പിന്നെ സാറേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ ക്വാർട്ടേഴ്സ് റെഡിയാണെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. സാറേ, 5-6 പേരുണ്ട്. ഏതോ കൊട്ടേഷൻ ടീമാണെന്നാ തോന്നുന്നേ. വിശ്വൻ, കരിങ്കല്ല് കരകൻ, ജെറ്റ് ജോണി, ഹോണ്ട ഷെരീഫ്. അയ്യോ,
ആരാ സാറേ? നീ ഇവിടെ തന്നെ നിന്നോ, ആ. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓ ഹലോ ഹലോ വല്യേട്ട, ഇത് ഞാനാ ജയൻ. നീയോ? എടാ നീ ഇത് എവിടെ പോയി കിടക്കേടാ? വിളിക്കുമ്പോഴൊക്കെ അവിടെ എവിടെയാണെന്നൊക്കെ പറയും. എടാ സത്യത്തിൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ അങ്ങോട്ട് വരുന്ന വഴി ആ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലെ ജംഗ്ഷനിൽ വെച്ചിട്ട് ബ്ലേഡ് വിശവും സംഘവും എന്നെ ആക്രമിക്കാൻ വരുന്നു വല്യേട്ട. നമ്മുടെ ഗ്യാങ്ങിനെ തകർക്കാൻ വേണ്ടിട്ടാ. വല്യേട്ടൻ എത്രയും പെട്ടെന്ന് പിള്ളേരായിട്ട് വന്ന് എന്നെ രക്ഷിക്കണം വല്യേട്ട. ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്. നീ പേടിക്കണ്ട, നമ്മുടെ പയ്യന്മാർ ഉടനെ അവിടെ എത്തും. ഓക്കെ? അടിക്കണില്ലേ? അതിരാവിലെ ഞാൻ അടിക്കാറില്ല, പിന്നെ നിർബന്ധിച്ചാൽ ഒരു 2 എണ്ണം. അതല്ല, ആ കൂട്ടത്തിൽ പോയി അടിക്കണില്ലേ എന്നാ ചോദിച്ചു. ഇതോ നോ പ്രോബ്ലം, പിള്ളേരുണ്ടല്ലോ. പോയി അടിക്കണ തന്നെ. അയ്യോ, വീട്ടിലെനിക്ക് 2 പിള്ളേരുണ്ടെന്ന് പറഞ്ഞതാ, പാക്കാച്ചി കോക്കാച്ചി പോലത്തെ, അതുകൊണ്ടാ. പുതിയ കുട്ടികൾ അങ്ങനെ പോരാ. അതെ, ശ്രുതിയുണ്ട്, പക്ഷേ താളം കുറവാ. എല്ലാം ശരിയാക്കാൻ ഞാനുണ്ടല്ലോ. അടി. അയ്യോ, അവന്മാർക്ക് ശരിക്ക് കൊടുത്തല്ലോ അല്ലേ? അവർക്ക് നമ്മൾ കൊടുത്തു, അതിൽ കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടി. ഒരടിയും വേസ്റ്റ് ആക്കാം. താങ്ക് യു. അടിച്ച തിരിച്ചടികളെ കഞ്ഞി പാർട്ടികളാണ്. നീ എന്താ വല്യേട്ടാ? എടാ, എന്തിനാ ഞാൻ നിന്നെ പഠിച്ചതെന്നറിയോ? ഇത്രയും നാൾ നീ എവിടെയായിരുന്നടാ? നിന്നെ വിളിക്കുമ്പോഴൊക്കെ നീ അവിടെയാണ് ഇവിടെയാണെന്നുള്ള ഉടായിപ്പ് മറുപടി. വാ, ഞാനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞില്ല നിന്നെ പോലെ ഒരുത്തന്റെ കാര്യം. ഒരു SI അണ്ണനാണെന്ന് കരുതി ആശാൻ കയറി മുട്ടി കിട്ടി, ആവശ്യത്തിന് കിട്ടി. ഞാനും അവനിട്ട് കുറെ കൊടുത്തിട്ടുണ്ട്. അതെന്താ നീ പറയാത്ത? തല പെരുക്കുന്നു. അതൊക്കെ പോട്ടെ, തൃക്കര സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം ഇപ്പൊ പരമച്ചെറ്റുകളായിരിക്കുന്നു. അതെന്താ? ഒറ്റൊരെണ്ണം കൈക്കൂലി വാങ്ങുന്നില്ല. അത് തന്നെയല്ല, ആ ദത്തൻ സാറിനോട്ട് പണി കൊടുത്തുന്നേ, ആ സാറിന് കണ്ണിനെ പിടിച്ചേ. അയ്യോ, ദത്തൻ സാറിനോട് മുട്ടാൻ പോയോ? പിന്നല്ലാതെ ആ കള്ള റാസ്കൽ SI അത് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല വല്യേട്ടാ. അത് തന്നെ. ഒന്നുമല്ലെങ്കിൽ കള്ളക്കടത്തും അഴിമതിയും നമ്മളെ പോലുള്ള കള്ളന്മാരുടെ കൈക്കൂലിയൊക്കെ കൊണ്ട് ജീവിക്കുന്ന ദത്ത സാറിനെ ഒതുക്കാൻ നോക്കുകയെന്ന് വെച്ചാൽ ഒന്നാമതേ അയാളുടെ ലാപ്ടോപ്പും മറ്റും പോയതിൽ കാലിപ്പളകിയിരിക്കുക. ഈ നഷ്ടപ്പെട്ട ലാപ്ടോപ്പിനകത്ത് എന്താണെന്ന് വല്യേട്ടന് വലിയ പിടി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആരും കയറി തലയിടണ്ട. ദത്തൻ സാർ ഇപ്പൊ പ്രാന്തളകിയ പോലെയാ നടക്കുന്നത്. ഒന്നും അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ അല്ലേ ആ സാറ്. സ്പോൺസർ ഇല്ലെങ്കിൽ ക്ലയന്റ് ഇല്ല, ചെളിക്കുണ്ടില്ലെങ്കിൽ അട്ടയില്ലെന്ന്. എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഇടിച്ച് ചവിട്ടി കൂട്ടി ചമ്മന്തി പരുവത്തിലാക്കിയാലും ആ SI വിചാരിച്ചാൽ ഈ സേതുരാമനെ ഒരു ചുക്കും ചെയ്യാനാവില്ല. നോക്ക്, അടുത്ത ബുധനാഴ്ച രാത്രി സിറ്റിയിലെ 12 വീടുകളിൽ മിന്നൽ മോഷണം നടത്തണം. ദാറ്റ് ഈസ് സേതുരാമന്റെ പ്ലാൻ. സിറ്റിയിലെ 12 വീടുകളോ? അത് കൊള്ളാം. ഏതൊക്കെ വീടുകളാ വല്യേട്ടാ? ഓക്കെ, ഞാൻ പറയാം. ഏതായാലും ഈ വിവരം കേട്ടാൽ ആ SI ഒന്ന് ഞെട്ടും. 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 പലരും ഞെട്ടും. Okay, my boys.